വേഗത്തിൽ എൻ്റെ മനസ്സിൽ വന്ന് ഞാൻ കേട്ട ഒരു അനുഭവ കഥ നിങ്ങളുമായി പങ്കുവെച്ചിട്ട് ദൈവദാസന് ഞാൻ ശുശ്രൂഷയ്ക്കായി സമയങ്ങളെ വേർതിരിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഒരു ട്രെയിനിലുള്ള ദൂരയാത്രയ്ക്കിടയിൽ ആ ട്രെയിനിനകത്തിരുന്നുകൊണ്ട് ഒരു വൃദ്ധനായ മനുഷ്യൻ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെയൊക്കെ സുവിശേഷം ദൈവദാസന്മാർ വിളിച്ചു ഘോഷിക്കപ്പെട്ടതുപോലെ യേശുക്രിസ്തുവാണ് യഥാർത്ഥ ദൈവം, സത്യദൈവം, അവൻ മാത്രമാണ് ജീവിക്കുന്ന ദൈവം എന്ന് പറഞ്ഞ് തനിക്കറിയാവുന്ന രീതിയിൽ ആ ട്രെയിനിനകത്ത് താൻ സുവിശേഷം വിളിച്ചറിയിക്കാനിടയായി. താൻ ആ ട്രെയിനിനകത്ത് ഇങ്ങനെ ഓടി നടന്ന് തൻ്റെ ശബ്ദം മുഴുവനും എടുത്തുകൊണ്ട് അവിടെ ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, യേശുവിനെ ഉയർത്തുമ്പോൾ, ആ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്ത് 10 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടിയും അവൻ്റെ അമ്മയും ആ ട്രെയിനിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ത്രീക്ക് ഈ പ്രസംഗം കേട്ടിട്ട്, സുവിശേഷ പ്രസംഗം കേട്ടിട്ട് വല്ലാത്തൊരു വിരക്തി തോന്നി, അരോചകത്വമായി തോന്നി. അവള് അവിടെ ഇരുന്ന് ദേഷ്യപ്പെടാനും ആക്രോശിക്കാനും തുടങ്ങി. ആ വൃദ്ധനായ മനുഷ്യനെ പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞ് താൻ ശക്തമായി വിലക്കാനിടയായി. പലരും ഒക്കെ അത് ശ്രദ്ധിക്കപ്പെട്ടുവെങ്കിലും ആ സാധുവായ വൃദ്ധനായ മനുഷ്യൻ ഈ സ്ത്രീയുടെ ഈ നിരുത്സാഹപ്പെടുത്തുന്ന പ്രവൃത്തി കണ്ടിട്ട് താൻ ഒന്ന് മാറി ആ സീറ്റിലേക്ക് ചെന്നിരുന്ന് ഒരല്പ മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നിർബന്ധിക്കാൻ തുടങ്ങി. നീ നിർത്തരുത്, ഈ സുവിശേഷം വീണ്ടും ഉച്ചത്തിൽ ഇവിടെ നിന്ന് വിളിച്ചു പറയണം. അദ്ദേഹം വീണ്ടും ആ പ്രവൃത്തി തുടർന്നു. ഇത് കണ്ട ആ സ്ത്രീ വീണ്ടും വന്ന് അദ്ദേഹത്തെ വഴക്കു പറഞ്ഞു, ദേഷ്യപ്പെട്ടു. അദ്ദേഹം വീണ്ടും ദുഃഖത്തോടുകൂടെ ആ സീറ്റിലേക്ക് ചെന്നിരുന്നു. വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ വീണ്ടും നിർബന്ധിച്ചു. അദ്ദേഹം വീണ്ടും ആ കമ്പാർട്ട്മെന്റിന്റെ മധ്യഭാഗത്ത് നിന്നുകൊണ്ട് വീണ്ടും യേശുക്രിസ്തുവാണ് യഥാർത്ഥ ദൈവം, അവൻ രക്ഷിക്കുന്ന ദൈവമാണ്, അവൻ വിടുവിക്കുന്ന ദൈവമാണ്, അവൻ രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്, അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് ഇന്നും ജീവിക്കുന്ന ദൈവമാണ് എന്ന് ഉറക്കെ താൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ സ്ത്രീ ദേഷ്യം കൊണ്ട് ഓടി വന്നിട്ട് ആ വൃദ്ധനായ മനുഷ്യനെ അടിച്ച് നിലത്തിടാനിടയായി. ആ മനുഷ്യൻ നിലത്ത് വീണ മാത്രയിൽ തൻ്റെ അടുത്തിരുന്ന 10 വയസ്സ് പ്രായമുള്ള മകൻ എഴുന്നേറ്റിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇനി ആ മനുഷ്യനെ നിങ്ങൾ ഉപദ്രവിക്കരുത്, ദൈവം അയച്ചിട്ടാണ് ഈ ട്രെയിനിലേക്ക് ആ വൃദ്ധനായ മനുഷ്യൻ കടന്നു വന്നത് എന്ന് താൻ ഇങ്ങനെ ഉറക്കെ പറഞ്ഞു. ഇത് പറഞ്ഞു കേട്ട മാത്രയിൽ ആ മാതാവ് ആ കമ്പാർട്ട്മെന്റിന്റെ നടുവിൽ ആ വൃദ്ധന്റെ മുമ്പിലേക്ക് ചെന്ന് മുഴങ്കാലുകളെ മടക്കി കണ്ണുനീരോടെ നിലവിളിക്കാൻ തുടങ്ങി. താൻ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്ത് അനുതപിക്കാൻ തുടങ്ങി. ആ വൃദ്ധനായ മനുഷ്യൻ ആ സ്ത്രീയുടെ അടുക്കിലേക്ക് വന്നിട്ട് ശാന്തമായി ചോദിച്ചു, എന്തിനാണ് നീ കരയുന്നത്? എന്നെ ഉപദ്രവിച്ചതിൽ എനിക്ക് വിഷമങ്ങളില്ല, വേദനകളില്ല എന്ന് പറയുമ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അതല്ല കാര്യം, കഴിഞ്ഞ 10 വർഷമായി എൻ്റെ മകൻ ഈ ഭൂമിയിൽ ജനിക്കപ്പെട്ടിട്ട് ഇതുവരെ അവൻ നാവെടുത്ത് ഒരക്ഷരം പോലും അവൻ സംസാരിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് ഈ സമയം അവൻ തൻ്റെ അധരം തുറന്ന്, വായ് തുറന്ന് അവൻ സംസാരിക്കാനിടയായി. ആ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്, ആ യേശു ഇന്നും ജീവിക്കുന്നവനാണ്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറ. എന്തുകൊണ്ട് ഈ ദേശത്തിലെ അനേകർക്ക് ഇത് വിരക്തി തോന്നുമ്പോഴും, എന്തിന് ഇങ്ങനെ തുടർമാനമായ ഒരു സുവിശേഷ പ്രസംഗം ഈ ദേശത്തിന് ആവശ്യമെന്ന് ചോദിക്കുമ്പോഴും ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ ഇവിടെ ഒന്നേ പറയാനുള്ളൂ, എൻ്റെ യേശു ജീവിക്കുന്ന ദൈവം, അവൻ ഉയർത്തെഴുന്നേറ്റ ദൈവം, അവൻ പാപികളെ രക്ഷിക്കുന്ന ദൈവം, അവൻ രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവം. ഇന്ന് രാത്രിയിലും ആവശ്യ ഭാരത്തോടുകൂടെ ആരൊക്കെ അവൻ്റെ അടുക്കലേക്ക് അടുത്തു വരുന്നുവോ അവരെ വിടുവിക്കുവാൻ കഴിയുന്നവനാകുന്ന ദൈവത്തെയാണ് ഇവിടെ പ്രസംഗിക്കുന്നത്.